Warm greetings, ladies and gentlemen, boys and girls. Welcome to the next chapter of Priya Jacob's Mera Man, My Mind in association with Contour Backwater Hotel Resort and Convention Center. ഇന്നത്തെ നമ്മുടെ topic is an act of love, something which is related to an act of love, and that is called forgiveness. ക്ഷമിക്കുക. Forgiveness ആണ് ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ. നമ്മൾ ആരും തന്നെ ഇല്ല മുറിവുകൾ ഏൽക്കാത്തവരായിട്ട്. ഈ ഭൂമിയിലുള്ള ഏത് മനുഷ്യനെടുത്താലും വൺ ഓർ ദി അതർ വേ ഹേർട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട്. പല രൂപത്തിലായിരിക്കും അത് ഫാമിലി ബന്ധങ്ങളിൽ നിന്നായിരിക്കാം, സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം, നമ്മുടെ ഓഫീസിലുള്ള കലീഗ്സിൽ നിന്നായിരിക്കാം. വാട്ട് എവർ ബി ഇറ്റ്, ഈ ഹേർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ എല്ലാം ജീവിതത്തിൽ വന്നിട്ടുണ്ട്. വേദനകളായിട്ട് കരച്ചിലിൻ്റെ ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾക്കത് ക്ഷമിക്കാൻ ഒക്കാത്ത ഒരു ലെവൽ വരെയും വന്നിട്ടുണ്ട്. ചെറുതൊക്കെ നമ്മൾ അങ്ങ് വിടും, നമ്മൾ കണ്ടില്ല എന്ന് വെക്കും. പെയിൻ കൂടുതൽ ഇൻറ്റൻസ് ആയിട്ട് വരുമ്പം നമുക്കത് ക്ഷമിക്കാൻ ഒക്കാത്ത ഒരു ലെവലിൽ നമ്മൾ ചെന്ന് ചേരും. അതായത് ഒരു പ്രണയ നൈരാശ്യം, ഇല്ലെങ്കിൽ നമ്മുടെ വസ്തുവൊക്കെ ആരെങ്കിലുമൊക്കെ അപഹരിക്കാൻ നോക്കുമ്പോഴും, അങ്ങനെയൊക്കെ പല സിറ്റുവേഷൻസ്, നമ്മുടെ ഓഫീസിലൊക്കെ നമ്മളെ ദ്രോഹിക്കുന്ന നമ്മുടെ കലീഗ്സ് കാണും. അങ്ങനെ ജീവിതത്തിൽ പല സിറ്റുവേഷനിലും നമുക്ക് ക്ഷമിക്കാൻ ഒക്കത്തില്ലാത്ത ഒരവസ്ഥയിൽ നമ്മുടെ മൈൻഡ് ചെന്ന് ചേരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അവർക്കുള്ളതാണിത്. ചെറിയതൊക്കെ നമ്മളങ്ങ് മറക്കും, പോട്ടേന്ന് വെക്കും. പക്ഷേ ഇങ്ങനത്തെ വലുത് വരുമ്പോഴത്തേക്ക് നമുക്ക് മറക്കാനൊക്കത്തില്ല. അതിങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. സോ ഇത് കളയുക എന്നുള്ളതാണ് നമ്മളിന്ന് പറയുക. ഫോർഗിവ്നെസ്, ഇതെങ്ങനെ നമുക്ക് കളയാനൊക്കും? എന്താണ് ഈ ഫോർഗിവ്നെസ് എന്നുള്ള ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ക്ഷമിക്കുക എന്നുള്ളത്? എന്താണ്? ഇറ്റ് ഈസ് എൻ ഇൻറ്റൻഷണൽ ഡിസിഷൻ മെയ്ഡ് ടു ലെറ്റ് ഗോ ഓഫ് റിസെൻറ്റ്മെൻറ്റ്സ് ആൻഡ് ആങ്കർ. അതാണ് ഫോർഗിവ്നെസ്സിൻ്റെ ഒരു ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ആൻ ഇൻറ്റൻഷണൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വമായിട്ട് എടുക്കുന്ന ഒരു തീരുമാനം ടു ലെറ്റ് ഗോ ഓഫ് റിസെൻറ്റ്മെൻറ്റ്സ് ആൻഡ് ആങ്കർ. എന്താണ് റിസെൻറ്റ്മെൻറ്റ്? റിസെൻറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് നീരസം, ആൻഡ് ആങ്കർ എന്ന് പറയുന്നത് ദേഷ്യം. ഈ റിസെൻറ്റ്മെൻറ്റ്, നീരസത്തിനകത്തും ആങ്കറിനകത്തും രണ്ടിനകത്തും ഒരുപാട് ഇമോഷൻസ് കയറി കിടക്കുന്നത് നെഗറ്റീവ് ഇമോഷൻസാണ്. അതായത് നമ്മൾ ഈ ഒരു ദേഷ്യം നമ്മുടെ ഉള്ളിൽ വെച്ച് നമ്മളിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എനർജി നമ്മളിൽ കയറി ഫില്ലായി കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ റിസെൻറ്റ്മെൻറ്റും ഈ ആങ്കറും നമ്മൾ കളഞ്ഞില്ലെങ്കിൽ, വിച്ച് മീൻസ് ഈ നെഗറ്റീവ് എനർജീസ്, അതായത് നമുക്കുള്ള കയ്പ്, ബിറ്റർനെസ്, നമുക്ക് വരുന്ന ഡിസപ്പോയിൻമെൻറ്റ്സ്, നമ്മൾ അപ്സെറ്റ് ആകുന്നത്, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് കളഞ്ഞില്ലെങ്കിൽ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡി ഒരുപാട് വീക്കാവും. നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ഇല്ലാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് വരും. സോ ദാറ്റ് ഈസ് വൈ വി സേ ദാറ്റ് ഈ റിസെൻറ്റ്മെൻറ്റും ആങ്കറും ഈ നീരസവും ദേഷ്യവും ഒക്കെ നമ്മളിൽ നിന്നും വിട്ട് കളയണം. ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയണം. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഈസി. ചിലവർക്ക് അത് അറിയത്തില്ല, എങ്ങനെയാണ് ഞാൻ ഫൊർഗീവ് ചെയ്യുന്നത് മറ്റുള്ളവരെ. സം പീപ്പിൾ ഡു നോട്ട് നോ. ആൻഡ് ഫോർ ദെം, അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഇറ്റ് ഈസ് എ പ്രോസസ്. ഇതൊരു പ്രോസസ്സാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുന്നെന്ന് പറയുന്നത് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ പറയും, ഞാനത് ഓർക്കുന്നില്ല, ഞാൻ വിട്ടു, ഞാൻ മറന്നു, ഞാൻ ക്ഷമിച്ചു. വാക്കാലുള്ള പറച്ചിൽ മാത്രമാണത്. നമ്മൾ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ വാക്കാൽ മാത്രമാണ്. പക്ഷേ ഇത് പോകേണ്ടത് നമ്മുടെ ഈ മൈൻഡിൽ നിന്നാണ്. ഇത് പോകണം. പലർക്കും മൈൻഡിൽ നിന്ന് പോകത്തില്ല. വാക്കാൽ പറയും, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യും. പക്ഷേ ഇത് മനസ്സിൽ നിന്ന് പലരുടെയും പോകത്തില്ല. മനസ്സിൽ നിന്നും കൂടെ പോകണം. നമ്മൾ അകവും പുറവും, നമ്മുടെ മനസ്സും നമ്മുടെ വാക്കും പ്രവൃത്തിയും എല്ലാം ഒരേ പ്ലാറ്റ്ഫോമിൽ ക്ഷമിച്ചു എന്ന് വരുമ്പോഴാണ് നമ്മൾക്ക് ക്ഷമിക്കാൻ കഴിവ് എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ആയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹാപ്പൻ ഇൻ വൺ ഡേ. ഒരു ദിവസം കൊണ്ട് ഇത് ഡെവലപ്പ് ആകുന്നതല്ല. നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. സോ ആദ്യം നിങ്ങൾ ഓർക്കേണ്ടത്, വൈ ഷുഡ് വി ഫോർഗിവ് പീപ്പിൾ? നമ്മൾ എന്തിനാ നമ്മളോട് ദ്രോഹം ചെയ്യുന്ന ഒരാളെ നമ്മൾ എന്തിനാ ക്ഷമിക്കുന്നത്? വൈ ഷുഡ് വി ഫൊർഗീവ് പീപ്പിൾ? ഏതിനും ഒരു ലോജിക്ക് വേണമല്ലോ. നമ്മളുടെ ബ്രെയിന് ലോജിക്ക് ഇല്ലാത്ത പല കാര്യങ്ങളും എടുക്കത്തില്ല.
നമ്മളുടെ ബ്രെയിനിന് വ്യക്തമായിട്ട് അറിയാം ദിസ് ഓക്കെ, ഇതിനൊരു ലോജിക് ഉണ്ട്, ഓക്കെ ദെൻ ഐ ഷാൽ ആക്ട് അക്കോർഡിംഗ്ലി. ഇല്ലെങ്കിൽ ബ്രെയിന് കൺഫ്യൂഷനാണ്. നമ്മൾ പുറമേ പറയുമ്പോൾ നമ്മൾ പറയും ഓക്കെ ഞാൻ ആളോട് ക്ഷമിച്ചു, പക്ഷെ മൈൻഡിൽ നമ്മൾ ആളോട് ക്ഷമിക്കത്തില്ല. നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഈ ക്ഷമിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ വാക്കിനാൽ പറയും, പക്ഷെ മൈൻഡിൽ ഇങ്ങനെ കിടന്ന് കറങ്ങും. അപ്പം ബ്രെയിൻ ഭയങ്കര കൺഫ്യൂഷനിലാവും. ബ്രെയിൻ ഈസ് ലൈക്ക് ക്ഷമിച്ചോ ഇല്ലയോ, കംപ്ലീറ്റ് ഒരു ബ്രെയിനിന് തന്നെ ഒരു സൊല്യൂഷൻ എടുക്കാൻ ഒക്കത്തില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരും. സോ ബ്രെയിനിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം വാട്ട് ഈസ് ഫൊർഗിവ്നെസ് ആൻഡ് വൈ ഷുഡ് വി ഫൊർഗിവ്. ഈ രണ്ടും ബ്രെയിൻ അറിയണം. സോ വാട്ട് ഈസ് ഫൊർഗിവ്നെസ് എന്നുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി വൈ ഷുഡ് വി ഫൊർഗിവ് പീപ്പിൾ. നിങ്ങൾ ഓർക്കല്ലേ, നമ്മൾ ഒരാളോട് ക്ഷമിക്കുമ്പം ആ ആൾക്ക് വേണ്ടിയാണ് നമ്മൾ ക്ഷമിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. വെൻ യു ഫൊർഗിവ് പീപ്പിൾ, അതിൻ്റെ സമാധാനവും സന്തോഷവും വരുന്നേ നമുക്ക് തന്നെയാണ്. ഞാനിപ്പോൾ ഒരാളോട് ക്ഷമിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ വാക്കിനാലും എൻ്റെ മൈൻഡ് കൊണ്ടും രണ്ടും അലൈൻഡ് ആയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ആ പൂർണ്ണ അർത്ഥത്തോടെ ക്ഷമിക്കുമ്പം എന്നിൽ ഒരു വലിയൊരു സമാധാനം കയറി വരും. സോ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു എന്ന് പറയുമ്പം അത് ആളുടെ സ്നേഹം കിട്ടാനോ പ്രീതി കിട്ടാനോ ഒന്നുമല്ല. ഇതിൻ്റെ ബേസിക് ഈസ് ദാറ്റ് ഈ സമാധാനം നമ്മളിലേക്ക് വരാൻ വേണ്ടിയാണ്. നമ്മളിൽ ഈ നീരസവും ദേഷ്യത്തിൻ്റെ ഭാവം ഒക്കെ ഒന്ന് എടുത്ത് കളയാൻ വേണ്ടിയാണ് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്ന് പറയുന്നത്. നമ്മളിലുള്ള നെഗറ്റീവ് എനർജി എടുത്ത് കളയാൻ വേണ്ടിയാണ് നമ്മളത് പറയുന്നത്. സോ ആരും വിചാരിക്കരുത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഓക്കെ ഐ ഫൊർഗിവ്, ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണെന്ന് ആരും വിചാരിക്കേണ്ട. ആൻഡ് വിചാരിക്കുകയും ചെയ്യേണ്ട ഞാൻ ഒരാളോട് ക്ഷമിച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആ ആളോട് പാച്ചപ്പ് ചെയ്യുകയാണ് എന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇതൊക്കെ റോങ് തോട്ട്സ് ആണ്. ഞാൻ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്ഷമിക്കുക എന്ന് പറയുന്ന പൂർണ്ണഭാവം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മളിതെല്ലാം മനസ്സിലാക്കണം. നമ്മൾ മറ്റൊരാളോട് പാച്ചപ്പ് ചെയ്യാനല്ല നമ്മൾ ക്ഷമിക്കുന്നു എന്ന് പറയുന്നത്. ഐ ഫൊർഗിവ് യു എന്ന് പറയുന്നത് മറ്റൊരാളോട് വീണ്ടും ഫ്രണ്ട്ഷിപ്പ് പുതുക്കാൻ വേണ്ടിയല്ല. നമ്മളെ ഒരാൾ ദ്രോഹിച്ചതൊന്നും നമുക്ക് മറക്കാനൊക്കത്തില്ല, അല്ലേ? നമുക്ക് ഓർമ്മ എന്ന് പറയുന്ന ദൈവം തന്നിരിക്കും. മെമ്മറി ഈസ് ദെയർ ഇൻസൈഡ് അസ്. സോ വെൻ ദർ ഈസ് മെമ്മറി ഇൻസൈഡ് അസ്, വി കനോട്ട് ഫൊർഗെറ്റ് ദീസ് തിങ്സ്. ഈ ഫൊർഗെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ദിസ് വിൽ ഹാം അസ്, ഇല്ലേ? ആ ഹാം ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയാണ് ക്ഷമ എന്ന് പറയുന്ന ഒരു ആക്ഷൻ അതിൽ വരുന്നത്. സോ ക്ഷമിക്കുമ്പോൾ ഞാൻ സമാധാനത്തിലേക്ക് വരുന്നു. ഐ ആം നോട്ട് ട്രൈങ് ടു പാച്ച് അപ്പ് വിത്ത് ദ നെക്സ്റ്റ് അതർ പേഴ്സൺ. പക്ഷെ ചിലവരുണ്ട് അതൊരു റീകൺസിലിയേഷനിലേക്ക് പോകുന്ന ചിലവരുണ്ട്. അതായത് നമ്മൾ ക്ഷമിച്ച ആൾക്കും അത് മനസ്സിലായി കഴിയുമ്പോൾ അയ്യോ ഞാൻ തെറ്റി, പക്ഷേ അദ്ദേഹം എന്നോട് ക്ഷമിച്ചല്ലോ എന്ന് തെറ്റിയ ആൾക്ക് മനസ്സിലാകുമ്പം അതൊരു റീകൺസിലിയേഷനിലേക്ക് പോകും. അതൊരു പരസ്പരതാണ്. ഓക്കെ ഐ ഫൊർഗിവ് യു ആൻഡ് യു അക്സെപ്റ്റ് ദ ഫൊർഗിവ്നെസ്. അവിടെ ഒരു ഹാപ്പിനെസ്സും ഒരു ഫ്രണ്ട്ഷിപ്പും അവിടെ റീബിൽഡ് ആവും. പക്ഷേ പലർക്കും ചെയ്ത തെറ്റുകൾ പലർക്കും മനസ്സിലാവില്ല. ഞാൻ ചെയ്തത് ശരിയാണ്, എന്നിൽ ന്യായമുണ്ട്, എനിക്ക് ഇന്ന കാരണം കൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് ഒരാൾ പറയും. പക്ഷേ അത് കേൾക്കുന്ന ആൾക്ക് ഒരുപാട് ഹേർട്ടാകുമ്പം ആ ഹേർട്ടായ ആൾ അത് ക്ഷമിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ മറ്റേ ആൾ പക്ഷേ ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന ആറ്റിറ്റ്യൂഡിൽ നിൽക്കും. അവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ക്ഷമിച്ച ആൾക്ക് അവിടെ ഒരുപാട് മനസ്സമാധാനം കിട്ടും. പക്ഷേ അവിടെ ഒരു പാച്ചപ്പ് ഉണ്ടാവത്തില്ല, ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവത്തില്ല. കാരണം അവർ രണ്ടുപേരും, ദ്രോഹം ചെയ്ത ആളും ക്ഷമിച്ച ആളും രണ്ട് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. ഈ രണ്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവത്തില്ല. പക്ഷേ ഞാൻ ക്ഷമിച്ചു നിന്നോട് എന്ന് പറയുന്ന ആൾക്ക് ഒരുപാട് സമാധാനം മനസ്സിൽ കിട്ടും. ക്ഷമിക്കുമ്പം അതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറിയും തന്നെ അതങ്ങ് കളയണം. ദ്രോഹിച്ചു. ഇനി ഈ ക്ഷമിക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാളോട് ക്ഷമിക്കുമ്പം അവിടെ ഹാപ്പൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മേൽ നമ്മളെ ദ്രോഹിച്ച ആ ആളുടെ ആക്റ്റും നമ്മളുടെ മേലൊരു ഗ്രിപ്പിൽ കിടക്കുക, നമ്മളെ ഗ്രിപ്പ് ചെയ്ത് പിടിച്ചിരിക്കുക. അതാണ് നമ്മളുടെ മനസ്സിൽ നമുക്ക് ആ വേദനകളും വിഷമവും പകയും വിദ്വേഷവും എല്ലാം വന്ന് കിടക്കുന്ന ഈ ഗ്രിപ്പ് കിടക്കുന്നുണ്ട്. ഈ ഗ്രിപ്പ് വിടിയിക്കണം. അതായത് നമ്മളെ ദ്രോഹിച്ച ആളുടെ നമുക്കുണ്ടായ മാനസികമായിട്ടുള്ള ഗ്രിപ്പുണ്ട്, ആ ഗ്രിപ്പ് വിടിയിക്കണം. ആ ഗ്രിപ്പ് വിടിയിക്കുക എന്ന് പറയുന്നതാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. ക്ഷമിച്ചു കഴിയുമ്പം ആ ഗ്രിപ്പ് വിടും, നമുക്ക് തന്നെ ഒരു മനസ്സമാധാനം കിട്ടും. ഒന്ന്, നമ്മളിലുള്ള നെഗറ്റീവ് എനർജി മാറിക്കിട്ടും. നമ്മൾ നെഗറ്റീവ് എനർജി മാറുമ്പം നമ്മളിൽ പോസിറ്റീവ് എനർജി കയറാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കും.
നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യുക. ഈ നമ്മളെ ദ്രോഹിച്ച ആളെ നമ്മൾ കൺസിഡർ ചെയ്യുക പോലും വേണ്ട. ഐ ഫൊർഗീവ് ഹിം എന്ന് പറഞ്ഞ് ആ ആളെ നമ്മൾ ദൂരത്തേക്ക് മാറ്റി നിർത്തുക. ഈ ദ്രോഹിച്ച ആളിൽ നമ്മൾ എന്ത് പഠിച്ചു? എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു? ഒരാൾ എന്നെ ഇങ്ങനെ ദ്രോഹിച്ചു, എന്നെ ചതിച്ചു, എന്നെ ചീറ്റ് ചെയ്തു, എന്നെ ഇല്ലാതാക്കി, എന്നെയും എൻ്റെ കുടുംബത്തെയും നശിപ്പിച്ചു. ഇങ്ങനത്തെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് കേൾക്കാറുണ്ട്. നമ്മൾ ഇവരെല്ലാം ഒന്ന് മാറ്റിവെച്ച് നമ്മൾ ഈ ക്ഷമിക്കുക എന്ന് പറയുന്ന ഒന്ന് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ, ഈ തോട്ട്സ് ഇട്ടുകൊണ്ട് നമ്മുടെ ബ്രെയിനിന് ലോജിക്കലായിട്ടുള്ള തോട്ട്സ് ഇട്ട് കൊടുക്കുക. അതായത് ഐ ആം ഗോയിങ് ടു ഫൊർഗീവ് ദിസ് പേഴ്സൺ ബിക്കോസ് ഐ നീഡ് പീസ് ഓഫ് മൈൻഡ്. ഈ തോട്ട് വേണം നമ്മൾ ബ്രെയിനിന് കൊടുക്കാൻ. ഐ വിൽ ഫൊർഗീവ് ദ പേഴ്സൺ ബിക്കോസ് ഐ നീഡ് പീസ് ഓഫ് മൈൻഡ്. എനിക്ക് എൻ്റെ നെഗറ്റീവ് എനർജി കളയണം. ഐ നീഡ് പോസിറ്റീവ് തിങ്സ് കമ്മിങ് ഇൻ ടു മൈ ലൈഫ്. എനിക്ക് നന്മ അനുഭവിക്കണം. ഈ ചിന്ത നമ്മളുടെ ബ്രെയിൻ ഇട്ട് കൊടുക്കുമ്പോൾ ബ്രെയിൻ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഫോർ ദി അതർ പേഴ്സൺ ബട്ട് ഇറ്റ് ഈസ് ഫോർ അവർ സെൽസ് ദാറ്റ് വി ആർ ഫൊർഗീവിങ് പീപ്പിൾ. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് നമ്മൾക്ക് വേണ്ടി തന്നെയാണ്. ബ്രെയിന് കറക്റ്റായിട്ടുള്ള കമാൻഡ് കിട്ടും. അവിടെ ദ ബ്രെയിൻ വിൽ സപ്പോർട്ട് us. ബ്രെയിന് അതിൻ്റെ ലോജിക്ക് മനസ്സിലായി കഴിയുമ്പം ബ്രെയിൻ ഫുൾ ബോഡിയിലേക്ക് ആ സിഗ്നൽ വിടും ദാറ്റ് she is perfect now, she is okay now. There is no anger, there is no resentment inside the mind, inside the body. Resentmentum, angerum, ദേഷ്യം, വിദ്വേഷം ഒന്നും ഇല്ലാതെ വരുമ്പം തന്നെ our body will become more and more healthier. നമ്മുടെ ബ്ലഡ് പ്രഷറായിട്ടും ഡിപ്രഷനും ഇതൊക്കെ മാറി, ആങ്സൈറ്റി ഇതൊക്കെ മാറിപ്പോകുന്നത് നമ്മൾക്ക് കാണാനൊക്കും. സോ മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. ക്ഷമിക്കുമ്പം നമ്മൾ സകലതും മറക്കത്തില്ല എന്ന് മറക്കാനല്ല പറയുന്നത്, പക്ഷേ ആ അനുഭവിച്ചതിൽ എന്താണ് പഠിച്ചത്? ജീവിതത്തിലെ നമുക്കൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് നമ്മൾക്ക് എന്നും വഴികാട്ടിയായി നിൽക്കുന്നത്. അനുഭവങ്ങളില്ലാത്ത മനുഷ്യരൊരിക്കലും സക്സസിൻ്റെ ടോപ്പിലേക്ക് കയറത്തില്ല. അനുഭവങ്ങൾ വേണം, ജീവിതത്തിൽ അനുഭവങ്ങൾ വേണം. അനുഭവമുള്ള ഒരാൾക്കേ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. സോ വി ഷുഡ് ഹാവ് ദീസ് എക്സ്പീരിയൻസസ്. സോ ജീവിതത്തിൽ ഇതുപോലെ മറ്റുള്ളവർ നമ്മളെ ദ്രോഹിക്കുകയും നമുക്ക് ഇതുപോലെ റിസെൻമെൻറ്റ്സും ആങ്കറും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ വിചാരിക്കേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, യെസ് ഐ ഹാഡ് ടു ഗോ ത്രൂ ദിസ്, എനിക്ക് ഇതിനകത്ത് ഗോ ത്രൂ ചെയ്യേണ്ടി വന്നു, എങ്കിലും ഐ ക്യാൻ റിക്കവർ ആൻഡ് ഐ എം ഗോയിങ് ടു റിക്കവർ. എൻ്റെ മേലുള്ള കൺട്രോൾ മറ്റൊരാൾക്കല്ല, എൻ്റെ മനസ്സിൻ്റെ കൺട്രോൾ മറ്റൊരാളുടെ കയ്യിലല്ല, എൻ്റെ മേൽ കൺട്രോളും എൻ്റെ മനസ്സിൻ്റെ കൺട്രോളും എൻ്റെ കയ്യിലാണ് എന്നുള്ള ഒരു ബോധ്യമാണ് ആദ്യം നമുക്ക് വരേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ ആരൊക്കെ ദ്രോഹിച്ചാലും പോട്ടെ എന്ന് വെക്കാൻ പഠിക്കണം. ആ പോട്ടെ എന്ന് വെക്കുന്നത് ക്ഷമിക്കാനായിട്ടാണ്. അത് ആ പ്രോസസ്സ് ഇൻസൈഡും ഔട്ട്സൈഡും നമ്മളത് മനസ്സിലാക്കുക. ഇൻസൈഡും ഔട്ട്സൈഡും ക്ഷമിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എന്തിനാണ് നമ്മൾ ഫൊർഗീവ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് അറിയണം. വൈ ആർ വി ഫൊർഗീവിങ് പീപ്പിൾ? എന്തിനാണ് നമ്മൾ ഫൊർഗീവ് ചെയ്യുന്നത്? നമ്മളുടെ വെൽബീയിങ്ങിന് വേണ്ടി തന്നെയാണത്. ഇറ്റ്സ് ഫോർ അവർ വെൽബീയിങ്. നമ്മൾ ഡിപ്രഷനിലേക്ക് പോകാതിരിക്കാനും ആങ്സൈറ്റിയിലേക്ക് പോകാതിരിക്കാനും നമ്മൾക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ട്. Without these people, I have a future എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ക്ഷമിച്ചിരിക്കുന്നു. Now you are out of my life എന്നും വേണമെങ്കിൽ പറയാം. മറ്റേ ആൾ യെസ് ഐ എം സോറി എന്ന് പറഞ്ഞാൽ കം ഓൺ ലെറ്റ്സ് ബി ഫ്രണ്ട്സ് അഗെയിൻ, റീകൺസിലേഷനിലേക്ക് പോവുകയും ചെയ്യാം. സോ ഏത് വേണമെന്നുള്ള നമ്മളുടെ ചോയ്സാണ്. അതെപ്പോഴും ഓർക്കുക. പക മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. ഒരു കാര്യത്തിനും ആ ഒരു ഗ്രഡ്ജ് ഉണ്ടല്ലോ, പക, എനിക്കുണ്ട് ദേഷ്യം. ചിലർ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും പകയാ. ആ ആളെ കണ്ടാൽ ഞാൻ 8ന്റെ പണി ഇനിയും കൊടുക്കുമെന്ന് പറഞ്ഞ് തിരിച്ചു പണിയാൻ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് പലർക്കും. അങ്ങനെ തിരിച്ചു പണിയാനും പക വെച്ചോണ്ട് സംസാരിക്കാനും ഒന്നും നിൽക്കരുത്. കാരണം അതൊക്കെ നമുക്ക് തന്നെ ദോഷം ചെയ്യും. നമ്മൾ പക വെച്ച ഒരാളോട് സംസാരിക്കാനും 8ന്റെ പണി കൊടുക്കുമെന്നൊക്കെ പറയുമ്പോഴും നമുക്ക് നമ്മളോട് തന്നെയാണ് നമ്മൾ ദോഷം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. സോ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. പകയൊന്നും നല്ല ആൾക്കാർക്ക് വെച്ച് പുലർത്താൻ പറ്റിയതല്ല എന്ന് ഓർക്കുക. ഡു നോട്ട് കീപ് ഗ്രഡ്ജ് ഇൻസൈഡ് യു ഫോർ എനിത്തിങ് ഓർ ഓൺ എനിബഡി. അത് വെരി ഇമ്പോർട്ടൻ്റ്. ബി നൈസ് പീപ്പിൾ, ബി ഗുഡ് പീപ്പിൾ, ബി കൈൻഡ് പീപ്പിൾ ആൻഡ് മൂവ് ഫോർവേഡ്. നിങ്ങൾക്കത് ഒക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്തെടുക്കാൻ ഒക്കുന്നില്ല എങ്കിൽ നല്ലൊരു കൗൺസിലറെ കാണുക. ടോക്ക് ടു ദ പേഴ്സൺ. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നല്ലൊരു കൗൺസിലർ, ഒരു സൈക്കോളജിസ്റ്റിനോടൊക്കെ സംസാരിക്കുക. മെഡിറ്റേഷനൊക്കെ ചെയ്യുക, എക്സസൈസൊക്കെ ചെയ്യുക. അവനവനെ തന്നെ സ്നേഹിക്കുക. ഈ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ ഒരു ആക്റ്റാണ് ഈ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. അത് നമ്മളോട് തന്നെ നമ്മൾ ചെയ്യുക. ബിക്കോസ് നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ആരെയും സ്നേഹിക്കാൻ കഴിയത്തില്ല.
സോ പകയും വിദ്വേഷവും ഒക്കെ വെച്ചോണ്ടിരിക്കാതെ ഇതെങ്ങനെ, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെ ഉള്ളിൽ നിന്ന് കളയാൻ ഒക്കും എന്ന് തന്നെ ആലോചിക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഫോക്കസ് ഓൺ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ഉയർച്ചയെ ഫോക്കസ് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെ നല്ല വേർഷനായി തീരാമെന്ന് ഫോക്കസ് ചെയ്യുക. ഇതെല്ലാം നമ്മളെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർ നമ്മൾക്ക് ചെയ്ത ദ്രോഹങ്ങളെ ക്ഷമിക്കാൻ നമുക്ക് കഴിയും. ആൻഡ് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഓർത്തോണം, വാക്കിനാൽ മാത്രമല്ല, ഇവിടുന്നും ബുദ്ധിയിൽ നിന്നും ബ്രെയിനിൽ നിന്നും മനസ്സിൽ നിന്നും ഒക്കെ ഇത് പോകണം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്, ലവ് യുവർ സെൽഫ്, നമ്മളെ തന്നെ സ്നേഹിക്കുക. ഓക്കെ, സോ ടോക്ക് ടു പീപ്പിൾ, റൈറ്റ് ജേർണൽസ്, ഇതൊക്കെ പാർട്ട് ഓഫ് ഫോർഗിവിങ്. ടോക്ക് ടു പീപ്പിൾ, മറ്റുള്ളവരോട് സംസാരിക്കുക, ജേർണൽസ് ഒക്കെ എഴുതുക, നമുക്ക് മനസ്സിലുള്ള പകയൊക്കെ എഴുതി അതെല്ലാം അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക. ദീസ് ആർ ഓൾ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ്. സോ ഇതാണ് ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്. ഓർത്തോണം, ഫോർഗിവ്നെസ് ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിക്കുന്ന ഒരു കാര്യമല്ല. ഇറ്റ് ടേക്സ് ടൈം. ആ ടൈം എടുത്ത് പഠിക്കണം, മനസ്സിലാക്കുക എന്താണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്, ആ വാക്ക് എന്താണ്, ക്ഷമിക്കുക എന്ന് പറയുന്നത് എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നും നമ്മളുടെ നാവിൽ നിന്നും ഒക്കെ അത് കളയാനൊക്കും. സോ ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഈസ് ആൻ ഇൻറ്റൻഷണൽ ഡിസിഷൻ ടു ലെറ്റ് ഗോ ഓഫ് റിസെൻറ്റ്മെൻറ്റ്സ് ആൻഡ് ആങ്കർ. മനഃപൂർവ്വമായിട്ട് നമ്മൾ തീരുമാനിച്ച് എടുക്കുന്ന കാര്യമാണ്. ഇത് ഞാൻ വിടുകയാണ്, ഐ എം നോട്ട് ഗോയിങ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. നീരസം, ദേഷ്യം മനഃപൂർവ്വമായിട്ട് വിടുകയാണ്, ലെറ്റ് ഗോ ആണ് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്. ആൻഡ് അറിയാൻ മേലാത്തവർ അത് പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പോട്ടെ എന്ന് വെക്കുക, ആൾക്കാരോട് ക്ഷമിക്കുക, പോട്ടെ എന്ന് വെക്കുക. ലവ് യുവർ സെൽഫ്. സോ എല്ലാ ചാപ്റ്റേഴ്സിലും പറയുന്ന പോലെ നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്കൊരു വ്യൂവേഴ്സിനൊരു ഡെഡിക്കേഷൻ ഉണ്ട് by the Quattro Eagles band. I hope you guys really enjoy it, and it's all for you. Maya manjali idu vali pogum thingale kaana tamburu tazhugum oru thooval tennale aarum paadaatha pallavi kaadi veezhumi velayil kinavu pol varu maya manjali idu vali pogum thingale kaana tamburu tazhugum oru thooval tennale. എഴുതിരി വിളക്കിന്റെ മുന്നിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര്? എഴുതിരി വിളക്കിന്റെ മുന്നിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര്? കനകമഞ്ചാടി പോലെ അഴകു തൂകുമീ നേരം ഏതൊരോർമ്മയിൽ കിനാവുപോൽ മനോഹരി മായാ മഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ ആരും പാടാത്ത പല്ലവി കാതി വീഴുമീ വേളയിൽ കിനാവുപോൽ മനോഹരി മായാ മഞ്ചലി. So with this, I wind up today's episode, and I truly hope that someone out there has understood a little bit. ഇതൊക്കെ ക്യാപ്സുൽ പരുവത്തിൽ എനിക്ക് തരാൻ ഒക്കെയുള്ളൂ. ഡെപ്തിൽ കൂടുതലായിട്ട് പറയണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ 15 മിനിറ്റിൻ്റെ ടൈം ലിമിറ്റിൽ ചെറിയ ക്യാപ്സുൽ ഫോമിൽ ഞാൻ എന്താണ് ക്ഷമിക്കുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ മീനിങ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സോ അത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരമായെങ്കിൽ I feel I am like good with it. So thank you so much, ladies and gentlemen, for watching me. With this is me, Priya Jacob, signing off. Until we meet next, it's a big bye from my side.